പോകരുത്. ഫോക്കസ് നിത്യജീവനിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ക്രിസ്തു ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ഈ ലോകത്തിൻ്റെ കംഫർട്ട് ആകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ഈ ലോകത്തിൻ്റെ ടെക്നോളജി ആകരുത്. നമ്മുടെ ലോകത്തിൻ്റെ ഫോക്കസ് ഈ ജീവിതത്തിലുള്ള സമ്പത്താകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദാനമായി ലഭിക്കുന്ന, സൗജന്യമായി ലഭിക്കുന്ന നിത്യജീവനായിരിക്കണം. ഏതൊരു കുടുംബവും ക്രൈസ്റ്റ് സെൻറ്റേർഡായി നിൽക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാകുന്ന സമാധാനം, സന്തോഷം, അതുപോലെ തന്നെ ഐക്യം, അതുപോലെ ദൈവത്തിന്റെ കൃപ എല്ലാം വർദ്ധിക്കുന്നു. ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിൽ നിന്നും മാറി സമ്പത്തിന്റെ ഒരു ഫോക്കസിലേക്ക് മാറുമ്പോൾ, പ്രയോറിറ്റി നഷ്ടപ്പെടുമ്പോൾ, പ്രയോറിറ്റി മാറുമ്പോൾ, അതിന്റെ ഓർഡർ തെറ്റുമ്പോൾ അതനുസരിച്ചുള്ള കോൺസിക്വൻസ് ആയിട്ടുള്ള അസ്വസ്ഥതകൾ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക്, നല്ല സമാധാനത്തിൽ കടന്നു പോകുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെ പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിലൂടെ ആ കുടുംബം പല രീതിയിൽ വിക്റ്റിമായിട്ട് മാറുന്നെന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡിബേറ്റ് ആകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ഭാവിയെക്കുറിച്ച് അറിയാനുള്ള താല്പര്യത്തിൽ പലപ്പോഴും ജ്യോത്സ്യക്കാരുടെ അടുക്കിലേക്ക് നമ്മൾ പോകാറുണ്ട്. ജ്യോത്സ്യക്കാരൻ ആരാണ്? അവൻ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ പറയുന്നവനല്ല. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല. അന്യദേവന്മാരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് അവൻ പ്രെഡിക്റ്റ് ചെയ്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമല്ല, സത്യമല്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ യേശുക്രിസ്തുവിന്റെ കർത്താവ് തന്നെ സാത്താനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് വ്യക്തമായി പറയുകയാണ്, അവൻ നുണയനും, സാത്താൻ നുണയനും, നുണയുടെ പിതാവുമാണ്. അവൻ സംസാരിക്കുമ്പോൾ തൻ്റെ സ്വന്തം ഭാഷ അനുസരിച്ച് നുണയാണ് അവൻ സംസാരിക്കുന്നത്. അവനിൽ സത്യമില്ല, അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടുമില്ല എന്ന് കർത്താവിൻ്റെ, അവൻ ആദ്യം മുതൽക്കേ കൊലപാതകിയാണ് എന്ന് കർത്താവിൻ്റെ തിരുവചനം, കർത്താവ് യേശു തന്നെ സാത്താനെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ് ഇവ. അങ്ങനെ നുണയനും നുണയുടെ പിതാവുമായ, ആദ്യം മുതൽക്കേ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, സത്യത്തിൽ നിലനിൽക്കാത്ത സാത്താനെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്നവനാണ് ഒരു ജ്യോത്സ്യക്കാരൻ. ഈ ജ്യോത്സ്യക്കാരൻ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ ഒരു വ്യക്തിയുടെ ഭാവി പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അവൻ കേൾക്കുന്ന സ്വരം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സ്വരമല്ല, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വരമല്ല. കാരണം അവൻ കർത്താവ് യേശുക്രിസ്തുവിന് സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച കർത്താവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ല, തിരിച്ച് അവൻ അന്യദൈവങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ ഓട്ടോമാറ്റിക്കലി അന്യദൈവന്മാരുടെ സ്വാധീനത്തിൽ കഴിയുന്നവരാണ്, അവരുടെ അതോറിറ്റിയിൽ കഴിയുന്നവരാണ്. അവൻ പറയുന്ന വാക്കുകൾ മുഴുവനും നുണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് അപ്രകാരം ഒരു ജീവിതം നയിക്കാൻ തുനിയുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഇത് കാരണം കടന്നു വരുന്ന ചില ബന്ധനങ്ങളുണ്ട്. ഇത് തകർക്കണമെങ്കിൽ അന്യദേവന്മാരിലൂടെ നമുക്ക് ലഭിച്ച ഏതെങ്കിലും ഫേവർ, അതൊരു പ്രശ്നം നോക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ, ആസ്ട്രോളജി ആയിക്കോട്ടെ, ന്യൂമറോളജി ആയിക്കോട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിലൂടെ കടന്നു വന്ന ഒരു അറിവ് നമ്മുടെ മനസ്സിലുണ്ട്, ചില കൺവിക്ഷൻസ് ഉണ്ട്. ആ കൺവിക്ഷൻസ് എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം തിരസ്കരിക്കുകയും പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും തീരുമാനത്തിനെയും വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിരുത പ്രകാരമുള്ള ഒരു തീരുമാനം, ദൈവത്തിരുത പ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് വിധേയപ്പെട്ടവരായിരിക്കണം. തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിലായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ ചിന്തകളെ ദൈവത്തിന് വിധേയപ്പെടുത്തണം. ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. പൈശാചിക ശക്തികൾ നിയന്ത്രിക്കുന്ന ചിന്തകളുടെ ഉടമസ്ഥർ പലപ്പോഴും അവർ സൂസൈഡിലേക്ക് പോകും, മരണത്തിലേക്ക് പോകും, ജീവിതത്തിലെ കോൺഫിഡൻസ് പോകും. സ്വത്തും സമ്പത്തുണ്ടായാൽ ഒരു നിമിഷം പോലും അവർക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നാൽ കൂലിപ്പണിയും ചെയ്യുന്ന, സാമ്പത്തികം അധികമില്ലാത്ത ഒരു വ്യക്തി, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ തൻ്റെ തീരുമാനങ്ങളെ വിധേയപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ അവൻ്റെ മനസ്സ് മുഴുവൻ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അവർ ഒരിക്കലും ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂർ ആയിരിക്കത്തില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുടുംബങ്ങൾ പൈശാചിക ശക്തികളുടെ അറ്റാക്കിന് അറ്റാക്കിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധികാരത്തിന് പുറത്തുള്ള, നമ്മുടെ അധികാരത്തിന് ബിയോണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് മാറിക്കിട്ടണമെങ്കിൽ തിരുവചനത്തിലൂടെയുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 1-ാം പ്രമാണത്തിൻ്റെ ലംഘനത്തിലൂടെ ഇന്ന് പല കുടുംബങ്ങളിലും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഈഗോ എന്ന് പറയുന്ന ഒരു നേച്ചറുണ്ട്. ഈഗോ പൈശാചികമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈഗോയിലൂടെ എന്തെങ്കിലും നേടിയതായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് തൊട്ട് അതുപോലെ തന്നെ സമ്പത്ത്, അതുപോലെ സ്ഥാനം, എല്ലാം അവരുടെ ആത്മീയ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഈഗോ കാരണം. ഈഗോ എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിൽ ഒരു വ്യക്തിയിൽ കടന്നു വരുന്ന ഞാനെന്നുള്ള ഒരു ഭാവമാണ്.
എളിമപ്പെടാൻ പറ്റാത്ത ഒരു ഞാനെന്നുള്ളൊരു ഭാവം ഒരു വ്യക്തിയിൽ കടന്നു വരുന്നപ്പോഴാണ് ഈഗോയിസം വരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കുടുംബജീവിതത്തിൽ ഹസ്ബൻഡിന് ഈഗോ, വൈഫിന് ഈഗോ ഉള്ളത് കാരണം രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വൈഫിന് വിധേയപ്പെടാൻ പറ്റത്തില്ല, ഹസ്ബൻഡിന് വൈഫിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയ സഹോദരൻ, ഇങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ മറവുണ്ടാക്കുന്നത് പൈശാചിക ശക്തികൾ ഞാനെന്നുള്ള ഒരു ഭാവം, എന്നെക്കുറിച്ച് അല്ലെ നമ്മളെക്കുറിച്ചുള്ള സ്വയമായിട്ടുള്ള വലിയൊരു ഒപ്പീനിയൻ ഉണ്ടാകുന്നത് കൊണ്ട് വ്യാജമായ ചില ചിന്തകൾ കൊടുത്ത് അത് സത്യമാണെന്നുള്ള ഒരു കൺവിക്ഷൻ കൊടുത്ത് എൻ്റെ പ്രിയ അതിൽ വിശ്വസിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ഈഗോയിസം കടന്നു വരുന്നു. ഹസ്ബൻഡിനെ വൈഫിന് ഹസ്ബൻഡ് പറയുന്നത് വൈഫിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വൈഫ് പറയുന്നത് ഹസ്ബൻഡിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാനെന്നുള്ള ഭാവം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട്. ഈ ഒരു ഭാവം തന്നെ കൊണ്ടുവരുന്നത് പൈശാചിക ശക്തികളുടെ ഒരു ട്രിക്കാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം എളിമപ്പെടണം. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. ഹസ്ബൻഡ് വൈഫ് ഒന്നാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതിനെ വേർതിരിക്കുന്ന ഏതൊരു ഈഗോയും ഏതൊരു രീതിയിൽ വരുന്ന ദുഷ്ടൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങൾ നാം കുടുംബത്തിൽ ഒരിക്കലും അനുവദിക്കരുത്. ചില കുടുംബങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സമ്പത്തിന് ഹയറായിട്ടുള്ള ഒരു വില കൊടുക്കുക. പലപ്പോഴും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കോൾ വരാറുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഇവിടുന്ന് പലരും ഓസ്ട്രേലിയയിൽ നിന്ന് മൈഗ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഒരു ഷിഫ്റ്റ് പോലും വിടത്തില്ല, എല്ലാ ഷിഫ്റ്റ് അവരെടുക്കും, വീക്കെൻഡും എടുക്കും. അവർ ജോലി ചെയ്യുന്ന മുഴുവനും സമ്പാദിച്ച് ഒരു വീട് വാങ്ങി, അടുത്തൊരു വീട് വാങ്ങിച്ചു, 3-4 വീട് വാങ്ങുന്ന പല നേഴ്സസിൻ്റെ കുടുംബങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ. എന്നാൽ ഒരു കാര്യം കോമൺ ആയിട്ട് കാണുന്ന ഒരിതാണ്, കുടുംബത്തിൽ സമാധാനമില്ല. കുട്ടികൾ അവരുടേതായ രീതിയിൽ പോകുന്നു, ലോക്കൽ കൾച്ചർ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഡ്രഗിൻ്റെ പുറകെയും മദ്യപാനത്തിൻ്റെ പുറകെയും അനാവശ്യമായിട്ടുള്ള ഇമ്മോറൽ ലൈഫിലേക്ക് അവർ പോകുന്നു. എന്നാൽ വീട്ടിൽ ഹസ്ബൻഡ് വൈഫും സമ്പാദിച്ച് വീടുകൾ പണിയുകയാണ്, വീടുകൾ വാങ്ങുകയാണ്, നാട്ടിൽ സ്വത്തുണ്ടാക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന എന്തിനു വേണ്ടി? ഒരു സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നല്ലൊരു കുടുംബജീവിതം നയിക്കുക, നല്ല തലമുറകൾക്ക് ജന്മം നൽകി അവർക്ക് വേണ്ട നല്ല മോറൽ ലൈഫ് കാണിക്കുന്നത്, ഒരു മാതൃകാപരമായ ജീവിതം, ദൈവമയമുള്ള മക്കളായിട്ട് അവരെ വളർത്തുക. ഇതിൽ കവിഞ്ഞ് മതി മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ഗോഡ്ലിനെസ്, ഒരു ദൈവിക ചിന്ത കുടുംബത്തിലില്ലെങ്കിൽ മക്കൾ കൈവിട്ടു പോകും. എൻ്റെ പ്രിയ സഹോദരൻ, ഇന്ന് UK-യിലും അതുപോലെ അയർലൻഡിലും US-ലും ഓസ്ട്രേലിയയിലും ഇന്ന് കാണുന്ന വെസ്റ്റേൺ കൾച്ചർ ഉള്ള പല രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യൻ ഫാമിലീസ് മൈഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. ടീനേജ് ഒരു പാരൻറ്റിങ് ആകുമ്പോഴത്തേക്കും അവർ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. മക്കൾക്ക് അപ്പനും അമ്മയെ പോലെ ഒരു ദൈവഭയമില്ല, അവർ ഫിയർ ഓഫ് ഗോഡ് അവരിലില്ല, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവർക്കില്ല. ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കാരണം അപ്പനും അമ്മയും മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിലൂടെ, അപ്പനും മാതാപിതാക്കൾ മക്കളോടുള്ള റിലേഷൻഷിപ്പിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, തിരുവചനത്തെക്കുറിച്ചുള്ള പഠനം കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു കോൺടാക്ട് ടൈം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഈ കോൺടാക്ട് ടൈം മുഴുവൻ അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന വർക്ക് പ്ലേസിലാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മക്കൾ പേരൻസിൽ നിന്നുള്ള നല്ല മൂല്യങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് മക്കൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയ്ക്ക് ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി നടക്കുവാണ്, ഓരോ കൗൺസിലേഴ്സിനെ കണ്ടുകൊണ്ട് അതിന് ഉത്തരം തേടി നടക്കുവാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഉത്തരം കൗൺസിലിംഗിലല്ല, ഉത്തരം ധ്യാന കേന്ദ്രങ്ങളിലല്ല, ഉത്തരം വീട്ടിനകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ഓർഡർ ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.